കൊൽക്കത്തയിലെ പ്രതിഷേധ വേദിയിൽ നിന്നാണ് തത്സമയം ആദിൽ നമ്മളോട് നേരത്തെ സംസാരിച്ചത്. കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിലെ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ട കേസിൽ മുൻ പ്രിൻസിപ്പലിനെ ചോദ്യം ചെയ്ത് CBI. വനിതാ ഡോക്ടർ കൂട്ടബലാത്സംഗത്തിനിരയായി എന്നാണ് അന്വേഷണ സംഘത്തിന്റെ നിഗമനം. മെഡിക്കൽ കോളേജ് അടിച്ചു തകർത്ത കേസിൽ 6 പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതികൾക്ക് കൊലക്കയർ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രി മമതാ ബാനർജി കൊൽക്കത്തയിൽ പദയാത്ര നടത്തി. കൊൽക്കത്തയിൽ നിന്ന് ആദിൽ പാലൂർ തയ്യാറാക്കിയ റിപ്പോർട്ട്. കൊൽക്കത്ത ആർജിക്കാർ മെഡിക്കൽ കോളേജിൽ അക്രമികൾ അതിക്രമിച്ചു കയറുകയും സാധന സാമഗ്രികൾ അടിച്ചു തകർക്കുകയും ചെയ്ത എമർജൻസി വിഭാഗത്തിന് മുന്നിലാണിപ്പോൾ റിപ്പോർട്ടർ TV സംഘമുള്ളത്. നമുക്കിവിടെ ദൃശ്യങ്ങൾ കാണാം. അത്യാധുനിക സാധനങ്ങൾ വരെ, സാമഗ്രികൾ വരെ അക്രമി സംഘം അടിച്ചു തകർത്ത ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ സുരക്ഷ ഇപ്പോൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കൊൽക്കത്ത പോലീസ് എന്നുള്ളതാണ് ഔദ്യോഗികമായി നമുക്ക് അറിയാൻ കഴിയുന്നത്. ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് ഏത് വിധത്തിലാണ് ഇവിടെ അക്രമി സംഘം എത്തിയതെന്നും എത്രത്തോളം അക്രമാസക്തരായി പ്രവർത്തിച്ചു എന്നതിന്റെ നേർ സാക്ഷ്യമാണ് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമ്മൾ കാണുന്നത്. ഇതിൽ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് എന്നുള്ളതാണ് കൽക്കത്ത പോലീസ് അറിയിക്കുന്നത്. കൽക്കത്ത പോലീസ് ഇപ്പോൾ തന്നെ 25 പേരെ അറസ്റ്റ് ചെയ്തതായി ഇപ്പോൾ ഔദ്യോഗികമായി തന്നെ എക്സിലൂടെ അറിയിച്ചിട്ടുണ്ട്. വിശദമായുള്ള ചോദ്യം ചെയ്യൽ ഉണ്ടാകും എന്നുള്ളതാണ് ഒരു വശത്ത് നടക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകുന്നുണ്ട് കസേരകളൊക്കെ അടിച്ചു പൊട്ടിച്ചിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ്. ഇതിനൊപ്പം തന്നെ CBIയുടെ അന്വേഷണം, ഈ കൊലപാതകം സംബന്ധിച്ച് CBIയുടെ അന്വേഷണവും പുരോഗമിക്കുന്നുണ്ട്. ഈ ദൃശ്യങ്ങൾ ഒക്കെ കാണുമ്പോൾ അറിയാം ഇത് മെഡിക്കൽ സാമഗ്രികൾ വലിച്ചെറിഞ്ഞിരിക്കുന്നു. ഈ രൂപത്തിൽ അതിക്രമികൾ ഇവിടെ കയറിയതിന്റെ ദൃശ്യങ്ങളാണ്, നേർചിത്രമാണിത്. ഒപ്പം CBIയുടെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്. CBI പ്രധാനമായി ഉയരുന്ന ചോദ്യം ഇപ്പോൾ അറസ്റ്റിലായ പ്രതി സഞ്ജയ് റോയ് മാത്രമാണോ കൃത്യം നടത്തിയത് എന്നുള്ളതാണ്. അതിനൊരു ഉത്തരം തേടുകയാണ് CBI. ഇവിടെ കാണുന്ന പ്രതിഷേധം കാണാം. ഡോക്ടർമാരും ഒപ്പം ഇവിടത്തെ ജീവനക്കാരടക്കമുള്ളവർ, സമീപത്തെ ആശുപത്രിയിൽ നിന്നുള്ള ഡോക്ടർമാർ, നഴ്സുമാർ എല്ലാവരും ചേർന്ന് വലിയ തോതിലുള്ള പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നിലവിലൊരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സിൻസ് ഫ്രൈഡേ വി വർ ഓൺ സ്ട്രൈക്കിലായിരുന്നു. നമ്മൾ എമർജൻസി സർവീസസ് ഒഴിച്ച് ബാക്കി എല്ലാം നിർത്തിവെച്ചിരിക്കുകയായിരുന്നു. ബട്ട് ഫാക്കൽറ്റി എമർജൻസി സർവീസസിൽ ഫാക്കൽറ്റീസ് ആർ വർക്കിംഗ്. നമ്മൾ PG സ്റ്റുഡൻസ് ആൻഡ് SRs ആർ നോട്ട് വർക്കിംഗ്. അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ. സ്ട്രൈക്ക് ഹാസ് ബീൻ ഗോയിങ് ഓൺ. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഓരോ ഗേൾസ് ആൻഡ് ബോയ്സ് നമ്മൾ ഓരോരോ സ്ഥലത്ത് കിട്ടിയ സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ട് ലോക്ക് ചെയ്തിരുന്ന് കിട്ടിയ കാര്യങ്ങളിലൊക്കെ വെച്ചിട്ട് നമ്മൾ കിട്ടിയ വടികളിൽ ചാംഡായിട്ട് ഇരിക്കുകയായിരുന്നു. എനിത്തിങ് കുഡ് ഹാവ് ഹാപ്പൻഡ് ടു അസ്. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിരുന്നു. അതോറിറ്റി ആദിൽ പാലോടാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ നൽകിക്കൊണ്ടേയിരിക്കുന്നത്.